ഹായ് സുഹൃത്തുക്കളെ, നമസ്കാരം. നമ്മളൊക്കെ വയനാട്ടിൽ നടന്ന ആ മഹാദുരന്തത്തിൻ്റെ ഞെട്ടലിൽ നിന്ന് ഇപ്പോഴും മോചിതരായിട്ടില്ല. ആ അവസരത്തിലും നമ്മളെയൊക്കെ ഏറെ ചിന്തിപ്പിക്കുന്ന, ഉത്തരം കിട്ടാതെ അവശേഷിക്കുന്ന ഒരു സംഭവം അവിടെ ഉണ്ട്. അത് നിങ്ങളുടെയൊക്കെ മനസ്സിൽ ഒരു പക്ഷേ ഓർമ്മയിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു വൃദ്ധയായ അമ്മ ആ പ്രകൃതി ദുരന്തം സമ്മാനിച്ച ആ അതിദാരുണമായ ആ സംഭവത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി കോരിച്ചൊരിയുന്ന മഴയത്ത്, അതുപോലെ തന്നെ ഉരുൾപൊട്ടലിൻ്റെ ഒക്കെ നടുവിലൂടെ തൻ്റെ കുഞ്ഞുങ്ങളെയും കൊണ്ട് നീന്തി രക്ഷപ്പെടാൻ വേണ്ടിയുള്ള പരക്കപ്പാച്ചിലിടയിൽ ചെന്ന് പെട്ടത് ഒരു ഒറ്റയാൻ്റെ മുമ്പിലാണ്. നിസ്സഹായ അവസ്ഥയിൽ എന്ത് ചെയ്യണമെന്ന് അറിയാതെ പകച്ചുപോയ ആ അമ്മ പെട്ടെന്ന് ആനയുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു, അല്ലയോ ആനെ, എന്നെ ഒന്നും ചെയ്യരുത്, ഞങ്ങളെ ഇനി നീ രക്ഷിക്കണം. അല്പസമയം കഴിഞ്ഞപ്പോൾ ആനയുടെ കണ്ണുകളിലേക്ക് നോക്കിയപ്പോൾ ആ അമ്മയ്ക്ക് കാണാൻ കഴിഞ്ഞത് ആനയുടെ കണ്ണിൽ നിന്നും കണ്ണീർ ഉരുണ്ട് വീഴുന്നതാണ്. ഇത് നമ്മളെല്ലാവരും അറിഞ്ഞ സംഭവമാണ്. പക്ഷേ ഈ സംഭവം കേട്ടപ്പോൾ എൻ്റെ മനസ്സിലൂടെ കടന്നുപോയ ചില ചിന്തകളാണ് ബഹുമാനപ്പെട്ട എൻ്റെ പ്രേക്ഷകരുമായി ഞാൻ പങ്കുവെക്കുന്നത്. പ്രിയമുള്ളവരെ, നമ്മൾ ബഹുഭൂരിപക്ഷം പേരും ഈശ്വരവിശ്വാസികളാണ്. മതം ഏത് തന്നെയായാലും നമ്മൾ ദൈവത്തിൽ വിശ്വസിക്കുന്നുണ്ട്. അപ്പം ദൈവം എന്നെ രക്ഷിക്കും, ദൈവം എന്നെ കാത്തുകൊള്ളും എന്ന ഒരു സങ്കല്പം, ആ സങ്കല്പം അല്ലെങ്കിൽ ആ തീരുമാനം അല്ലെങ്കിൽ ആ ദൃഢമായ വിശ്വാസം അത് തീവ്രമാകുമ്പോൾ, ഇപ്പം ഞാൻ രക്ഷപ്പെടും, ഒരു ദുരന്തത്തിലകപ്പെട്ടിരിക്കുന്ന ഞാൻ രക്ഷപ്പെടുക തന്നെ ചെയ്യും എന്ന് വിശ്വസിക്കുകയും ആ വിശ്വാസം തീവ്രമാവുകയും ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിൻ്റെ രണ്ടാമത്തെ തലമായ ഉപബോധ മനസ്സ് നമ്മളെ രക്ഷിക്കാൻ വേണ്ടി സജ്ജമാകും എന്നുള്ളതാണ് വാസ്തവം. കാരണം ഈശ്വരവിശ്വാസത്തിലൂടെ നമുക്ക് ലഭിക്കുന്ന ആത്മവിശ്വാസവും ഒരു കരുത്തും ഒരു ശക്തിയും നല്ലത് ചെയ്യണമെന്നുള്ള ഒരു തിരിച്ചറിവും ഒക്കെ ആ വിശ്വാസത്തെ ശക്തിപ്പെടുത്തുമ്പോൾ നമ്മുടെ ഉപബോധ മനസ്സ് ഉയർന്നെഴുന്നേൽക്കുകയാണ്. നമ്മുടെ ആഗ്രഹങ്ങൾ സാധിച്ചു തരുന്നത്, നമ്മുടെ ഇഷ്ടങ്ങൾ നിർവഹിച്ചു തരുന്നത്, നമ്മുടെ ആഗ്രഹങ്ങൾ നടത്തി തരുന്നതെല്ലാം നമ്മുടെ ഉപബോധ മനസ്സാണ്. നമ്മുടെ പ്രായത്തോളം തന്നെ പ്രായമുള്ളതാണ് നമ്മുടെ ഉപബോധ മനസ്സിനും. ബോധ മനസ്സിലൂടെ മാത്രമേ ഉപബോധ മനസ്സിലേക്ക് ഒരു കാര്യത്തെ നമുക്ക് കടത്തിവിടാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെ പല കാര്യങ്ങളും നമ്മുടെ അനുഭവത്തിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ അമ്മയുടെ മനസ്സിലുണ്ടായി, ഞാൻ രക്ഷപ്പെടുക തന്നെ ചെയ്യും എന്നൊരു തോന്നലുണ്ടാകും. നമുക്കറിയാം, ഈശ്വരവിശ്വാസം എന്ന് പറയുമ്പോൾ നല്ല പ്രവൃത്തികൾ കൊണ്ട് മാതൃകയാവുകയും നല്ല കാര്യങ്ങൾ സംസാരിക്കുകയും നല്ലവരുമായി സംസർഗം ചെയ്യുകയും സഹജീവികൾക്ക് ചെയ്യാവുന്ന സഹായങ്ങൾ ചെയ്യുകയും, അതായത് ഒരു വാക്കുകൊണ്ടാവാം, അതല്ലാതെ ഒരു പ്രവൃത്തി കൊണ്ടാവും, അല്ലെങ്കിൽ ധനമുള്ളവർക്ക് ധനം കൊണ്ടാകാം. ഇതൊക്കെ ചെയ്യുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഈശ്വരൻ്റെ അനുഗ്രഹം നമുക്ക് ഉണ്ടാകുന്നത്. അങ്ങനെയുള്ള ആൾക്ക് ആ ഈശ്വരൻ തുണയേകും എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ഈ അമ്മ വിശ്വസിച്ച ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥനയിൽ എൻ്റെ ദൈവം എന്നെ രക്ഷിക്കുമെന്ന് വിശ്വസിച്ചു. ഈ ശക്തി അവബോധ മനസ്സിലൂടെ പ്രവർത്തനം ആരംഭിച്ചു. നമുക്കറിയാം, ഈശ്വരൻ ഒരിക്കലും അതേ രൂപത്തിൽ നമ്മുടെ മനസ്സിലൊക്കെ നമ്മൾ വിശ്വസിക്കുന്ന ആ ദേവതയെപ്പറ്റി അല്ലെങ്കിൽ മൂർത്തിയെപ്പറ്റി അല്ലെങ്കിൽ ആ ദൈവത്തെപ്പറ്റി ഒരു ചിത്രമുണ്ട്. ആ ചിത്രത്തിൻ്റെ അതേ അവസ്ഥയിൽ ഈശ്വരൻ നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടാറില്ല. മറ്റേതെങ്കിലും രൂപത്തിലോ മറ്റേതെങ്കിലും ഭാവത്തിലോ ഒക്കെ ആയിരിക്കും നമ്മളെ രക്ഷിക്കുന്നതിന് വേണ്ടി, നമ്മുടെ ആഗ്രഹം നടത്തുന്നതിന് വേണ്ടി ഈശ്വരൻ പ്രത്യക്ഷപ്പെടുക. അപ്പോഴങ്ങനെ ആ അമ്മ എൻ്റെ ദൈവം എന്നെ രക്ഷിക്കും എന്ന് ഉറച്ച് വിശ്വസിച്ചുകൊണ്ട് ആ വിശ്വാസത്തെ തീവ്രമായിക്കൊണ്ട് മുന്നേറിയപ്പോൾ ഒരുപക്ഷെ രക്ഷിക്കാൻ വേണ്ടി വന്നത് ആ ആനയായിരിക്കാം. അപ്പം നമ്മൾ ഒരു കാര്യം ആഗ്രഹിക്കുമ്പോൾ ആ ആഗ്രഹം നടത്തിത്തരാൻ വേണ്ടി നമ്മുടെ ഉപബോധ മനസ്സിൽ നിന്നും പുറത്തേക്ക് വരുന്ന കോടിക്കണക്കിന് തരംഗങ്ങൾ നമ്മുടെ ആഗ്രഹങ്ങൾ നടത്തിത്തരാനുള്ള സാഹചര്യങ്ങളെ അല്ലെങ്കിൽ വ്യക്തികളെ അല്ലെങ്കിൽ അതിനുള്ള അവസരങ്ങളെ നമ്മളിലേക്ക് ആകർഷിച്ചു കൊണ്ടുവരുമെന്നാണ് മനഃശാസ്ത്രജ്ഞന്മാർ പറയുന്നത്. അപ്പോൾ അത്തരത്തിൽ ഒരു സംഗതിയാണ് ഇവിടെയും നടന്നിട്ടുള്ളതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്തായാലും പ്രിയപ്പെട്ടവരെ, നമ്മുടെ വിശ്വാസം ശക്തമാണെങ്കിൽ, നമ്മുടെ ആഗ്രഹം തീവ്രമാണെങ്കിൽ അത് നടക്കുക ചെയ്യും. നമ്മളെല്ലാം പലപ്പോഴായി കേട്ടുണ്ട്, അപകടത്തിൽ നിന്നും തലമുടി നാരിൻ്റെ വണ്ണത്തിൽ രക്ഷപ്പെട്ടു,
അതുപോലെ ഒരു വലിയ അപകടം ഉണ്ടായപ്പോൾ 50 പേരോളം മരിച്ചു, പക്ഷേ 7 വയസ്സുള്ള ഒരു കുട്ടി രക്ഷപ്പെട്ടു എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അതിൻ്റെയൊക്കെ പിന്നിലുള്ളത് ഈ മനഃശാസ്ത്രമാണ്. അപ്പോൾ ഈശ്വരവിശ്വാസത്തിൽ അടിയുറച്ച് നിൽക്കുകയാണെങ്കിൽ, നല്ല പ്രവൃത്തി കൊണ്ട് മാതൃകയാവുകയും നല്ല ഉപദേശങ്ങൾ കൊണ്ട് ശ്രേഷ്ഠനാവുകയും ഒക്കെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ, മനഃശുദ്ധിയും ശരീരശുദ്ധിയും ഭവനശുദ്ധിയും ഒക്കെ വരുത്തിക്കൊണ്ട് മുന്നേറുകയാണെങ്കിൽ, ഏത് അപകടത്തിൽ നിന്നും ഏത് ദുരിതത്തിൽ നിന്നും നമുക്ക് കരകയറാൻ കഴിയും എന്നുള്ളതാണ് ഈ അമ്മയുടെ വെളിപ്പെടുത്തലിലൂടെ നമ്മെ പഠിപ്പിക്കുന്ന പാഠം. തീർച്ചയായിട്ടും ഇത് ശ്രദ്ധിച്ച എല്ലാവർക്കും എൻ്റെ ഹൃദ്യമായ നന്ദി, നമസ്കാരം.